എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി നല്ലൊരു ചിക്കൻ റോസ്റ്റ് ആണ്. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റോസ്റ്റ് റെസിപ്പിയാണ്. ഒരുപാട് സമയമൊന്നും എടുക്കാതെ തന്നെ കുറഞ്ഞ സമയം കൊണ്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പം, ചപ്പാത്തി, പൊറോട്ട എല്ലാത്തിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള റെസിപ്പിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി 750 ഗ്രാം അല്ലെങ്കിൽ 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെള്ളമെല്ലാം വാർത്ത് കളഞ്ഞ ചിക്കനാണ്. ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി ഒരു കടായി എടുക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ചിക്കൻ റോസ്റ്റ് വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 മീഡിയം സൈസ് സവാള കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നല്ല തിന്നായിട്ട് തന്നെ സ്ലൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. 1 കിലോ ചിക്കൻ എടുക്കുമ്പോഴേക്കും ഒരു വലിയ സവാളയാണെങ്കിൽ 3 എണ്ണം തന്നെ ഉപയോഗിക്കാം. ഞാനിവിടെ ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള 3 സവാളയാണ് 3/4 കിലോ ചിക്കന് വേണ്ടി എടുത്തിട്ടുള്ളത്. സവാള നല്ലതുപോലെ വഴറ്റിയെടുക്കണം. സവാള വഴണ്ട് നല്ലൊരു കളർ മാറി വരണം. ട്രാൻസ്പെറൻറ്റ് കളറല്ല, ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് സവാള എത്തുമ്പോഴാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടത്. സവാള നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ചതച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 മാസം വരെയൊക്കെ കേടാവാതെ സൂക്ഷിക്കാൻ എങ്ങനെയാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തതിന് ശേഷം നല്ലതുപോലെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇനി ഈ ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് ഉണക്കമുളക്. ഞാനിവിടെ എരിവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 4 കാശ്മീരി മുളകാണ് എടുത്തിട്ടുള്ളത്. വറ്റൽ മുളക്, 2 എരിവുള്ള ഉണക്കമുളകും എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് രണ്ടായിട്ടൊന്ന് മുറിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ചിക്കൻ റോസ്റ്റിന് പാകത്തിനുള്ള എരിവായിരിക്കും. കുറച്ച് എരിവ് കൂടി വേണം എന്നുള്ളവർക്ക് ഒരു 4 മുളക് വരെ ചേർത്ത് കൊടുക്കാം. ഇനി കാശ്മീരി മുളകില്ലാത്തവർക്ക് അത് ചേർക്കണം എന്നില്ല. സാധാരണ ഒരു 4 വറ്റൽ മുളക് മാത്രം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് 2 തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ വഴറ്റിയെടുക്കുക. നല്ലതുപോലെ വെന്ത് അലിഞ്ഞു വരുന്ന സമയത്താണ് ബാക്കിയുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. ഉണക്കമുളക് ചേർത്തുകൊണ്ട് തന്നെ എരിവ് അത്യാവശ്യം ഉണ്ടാവും. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും തീ ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ഒരിക്കലും കൂട്ടി വയ്ക്കരുത്. കൂട്ടി വെച്ചാൽ ചേർത്ത പൊടികൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ചെറിയ തീയിൽ വെച്ച് നല്ലതുപോലെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് ഈ ഒരു ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കുന്നത്. പൊടികളൊന്നും കരിഞ്ഞു പോവാതെ പൊടികളുടെ പച്ചമണം മാറുമ്പോൾ ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിന് മുന്നേ ഗരം മസാലയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഗരം മസാല തന്നെ ഉപയോഗിക്കുമ്പോഴാണ് ഈ ഒരു ടേസ്റ്റ് ഈ ഒരു കറിക്ക് കിട്ടുന്നത്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഗരം മസാല കൂടി ചേർത്ത് നല്ലതുപോലെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഓപ്ഷണൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. ഒട്ടും കൂടാൻ പാടില്ല, 1/2 ടീസ്പൂണേ പാടുള്ളൂ. 1 ടീസ്പൂൺ സോയ സോസ് ചേർക്കാം. കുറച്ച് ഡാർക്ക് സോയ സോസ് ആണെങ്കിൽ ചിക്കൻ റോസ്റ്റിന് നല്ല കളർ ഉണ്ടാവും, ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും. ഈ ഒരു മസാലയിൽ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് ചിക്കൻ റോസ്റ്റിന് ഉണ്ടാവുന്നത്. ഒരുപാടൊന്നും ചേർക്കാൻ പാടില്ല, വളരെ കുറച്ച് പഞ്ചസാര ചേർക്കാൻ പാടുള്ളൂ. നമ്മളിത് സവാള കൊണ്ട് ചെയ്തുകൊണ്ട് തന്നെ സവാളയ്ക്ക് ചെറിയൊരു മധുരപ്പ് ഉണ്ടാവും. കൂടെ ഒരുപാട് പഞ്ചസാരയായാൽ മധുരിച്ച് പോവും. അപ്പോൾ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. അതുപോലെ 1 ടീസ്പൂൺ മാത്രം സോയ സോസ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ചിക്കനും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റുക.
എല്ലായിടത്തേക്കും മസാല ആക്കിയതിന് ശേഷം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ആ ഒരു നാടൻ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചധികം കറിവേപ്പില തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. ഒട്ടും തന്നെ വെള്ളം ചേർക്കണ്ട. ഒന്നങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്താൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഒട്ടും തന്നെ ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചേർക്കാതെ തന്നെ ചിക്കനിൽ നിന്നുള്ളതും അതുപോലെ ആ ഒരു ഓണിയനിൽ നിന്നുള്ള വെള്ളമെല്ലാം ഇതിലേക്ക് ഇറങ്ങി വരും. ചെറിയ തീയിൽ ഏകദേശം ഒരു 15 മിനിറ്റിന് ശേഷം തുറന്നു നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടായത്. നല്ലതുപോലെ ആ ഒരു ചിക്കനിൽ നിന്നുള്ള വെള്ളമെല്ലാം ഇറങ്ങി കറക്റ്റായി ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ചെറിയ തീയിൽ വെച്ച് വേവിക്കുന്നതുകൊണ്ട് തന്നെ ചിക്കന് നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവും. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചിക്കൻ റോസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. മുന്നേ ഞാനൊരു ചിക്കൻ റോസ്റ്റ് റെസിപ്പി ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ട്രൈ ചെയ്തിട്ട് നല്ലൊരു റെസിപ്പിയാണെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷം ചെയ്ത റെസിപ്പിയാണ്. ഇത് ഫ്രൈ ഒന്നും ചെയ്യാതെ തന്നെ നല്ല രുചിയിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി റെസിപ്പിയാണ്. റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻറ്റ്സും ഡീറ്റെയിൽ റെസിപ്പി ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടി എല്ലാവരും ചെക്ക് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.